ഇനി നമുക്ക് ഒരു പച്ചമാങ്ങയും ഒരു സവാളയും വെച്ചിട്ട് വ്യത്യസ്ത രുചിയിൽ ഒരു അടിപൊളി മാങ്ങാക്കറി തയ്യാറാക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല പൂരി ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. എങ്കിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മാങ്ങയും സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് കഴുകിയൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത സവാളയും 4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞെടുത്ത മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 കപ്പ് തേങ്ങ ചിരകി ഇട്ട് കൊടുത്ത് 3-4 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഉണ്ടല്ലോ 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലോട്ടുണ്ടല്ലോ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം. തേങ്ങ മിക്സർ ജാറിലോട്ടിട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ. കൂടാതെ ഇതിലോട്ടൊരു 3/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ ഒരു 2-3 നുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോക്കി നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും പിന്നെ 2 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിഡിലും ടേസ്റ്റിലുള്ള പച്ചമാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.